വാൽമീകി മഹർഷിയാണ് രാമായണം രചിച്ചത് എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം രാമായണം രചിക്കുന്നതിനു മുമ്പ് രചിക്കപ്പെട്ടു കടലിൽ മറഞ്ഞുപോയ രാമായണത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ മഹാസൃഷ്ടിയെ കടലിൽ എറിഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? അതറിയുവാൻ വീഡിയോ മുഴുവനായും കാണുക. രാമായണ യുദ്ധത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങി ആഞ്ജനേയൻ തപസ്സനുഷ്ഠിക്കുവാനായി പുറപ്പെട്ടു. ഈ സമയത്താണ് വാൽമീകി മഹർഷി തൻ്റെ സൃഷ്ടി പ്രഭു ശ്രീരാമനെ കാണിക്കുവാനായി കൊണ്ടുവരുന്നത്. കൽപ്പാന്തകാലത്തോളം പ്രഭ ചോർന്നു പോകാതെ നിലനിൽക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു വാൽമീകി മഹർഷി ജീവൻ നൽകിയ സൃഷ്ടിയാണ് രാമായണം. അത് വായിച്ച ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, മഹർഷേ, മാനവകുലം നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങയുടെ ഈ സൃഷ്ടി അഗ്നിയെപ്പോലെ പ്രകാശിക്കുന്നതായിരിക്കും. ഈ വാക്കുകൾ ശ്രവിച്ച മഹർഷിക്ക് തൻ്റെ ആനന്ദം അടക്കുവാൻ കഴിഞ്ഞില്ല. ആ രചന പല ദേവീദേവന്മാരെയും അദ്ദേഹം കാണിച്ചു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രശംസിച്ചു. അവസാനം അദ്ദേഹത്തിന് ഒരാഗ്രഹം, തൻ്റെ രചന സാക്ഷാൽ ദേവാദിദേവൻ മഹാദേവനെ കാണിക്കണം എന്ന്. അദ്ദേഹം കൈലാസം ലക്ഷ്യമാക്കി നടന്നു. കൈലാസത്തിലേക്ക് പോകുന്ന വഴി പല വലിയ പാറക്കല്ലിൽ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു. അതിനെ ശ്രദ്ധിച്ച വാൽമീകി മഹർഷി സ്തബ്ധനായിപ്പോയി. അദ്ദേഹത്തിന് തൻ്റെ മിഴികളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ശ്രീരാമചന്ദ്രൻ്റെ ചരിതം പർവ്വതത്തിൽ വലിയ കല്ലുകളിൽ താൻ എഴുതിയതിലും അനേകം മടങ്ങു കാവ്യാത്മകമായി ആരോ എഴുതി വച്ചിരിക്കുന്നു. ഈ രചനയ്ക്ക് മുമ്പിൽ തൻ്റെ രചന തൃണസമാനം തന്നെ. എന്നാലും ആരായിരിക്കാം ഈ രചന നടത്തിയത് എന്ന് ആലോചിച്ചു നിന്നിരുന്ന സമയമാണ് ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതിൽ പതിച്ചത്. ആരോ രാമനാമം ഉരുവിടുന്നു. അദ്ദേഹം ശബ്ദം ലക്ഷ്യമാക്കി നടന്നു. കുറച്ച് ചെന്നപ്പോഴാണ് അകലെ ഒരു പാറയുടെ മുകളിൽ ധ്യാനനിമഗ്നനായി ഇരിക്കുന്ന ആഞ്ജനേയനെ അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിൻ്റെ തപത്തിന് ഭംഗം വരുത്താതെ മഹർഷി അവിടെ തന്നെ ഇരുന്നു. ഹനുമാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന മഹർഷിയെയാണ്. അപ്പോൾ തന്നെ ഹനുമാൻ അദ്ദേഹത്തിനരികിലേക്ക് പാഞ്ഞെത്തി. എന്താണ് മഹർഷി അങ്ങയ്ക്ക് നമ്മളെ കൊണ്ടുള്ള ആവശ്യം? അപ്പോൾ മഹർഷി ചോദിച്ചു, ഈ കാണുന്നതൊക്കെ ആരാണ് എഴുതിയത് വായുപുത്ര? അതെല്ലാം നമ്മുടെ പ്രഭുവിനോടുള്ള ഭക്തിയാൽ നാം തന്നെ നമ്മുടെ നഖം ഉപയോഗിച്ച് കുത്തിക്കുറിച്ചതാണ്. കേസരി നന്ദന, അങ്ങയുടെ ഈ രചനയ്ക്ക് മുന്നിൽ നമ്മുടെ രചന തൃണസമാനമാണ്. ഇത് കേട്ടതും ഹനുമാൻ വായുവേഗത്തിൽ രാമകഥ എഴുതിയ എല്ലാ കല്ലുകളും കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട മഹർഷി പറഞ്ഞു, എന്താണ് അങ്ങ് ഈ കാണിക്കുന്നത്? എല്ലാ കല്ലുകളും കടലിൽ എറിഞ്ഞ ശേഷം ഹനുമാൻ പറഞ്ഞു, അങ്ങയുടെ സൃഷ്ടി കൽപ്പാന്തകാലത്തോളം പ്രഭ മങ്ങാതെ നിലനിൽക്കും എന്ന് എൻ്റെ സ്വാമി പ്രഭു ശ്രീരാമൻ തന്നെ അനുഗ്രഹിച്ചതാണ്. അതിനായി അങ്ങ് വളരെ കഷ്ടപ്പെട്ടാണ് അത് രചിച്ചതും. എന്നാൽ നമ്മുടെ സ്വാമിയോടുള്ള ഭക്തിയിൽ ഒട്ടും തന്നെ കഷ്ടതയില്ലാതെ കുത്തിക്കുറിച്ചതാണ് ഈ പാറയിൽ. അതിനാൽ അങ്ങയുടെ സൃഷ്ടിക്കാണ് ഈ ലോകത്തിൽ നിലനിൽക്കുവാനുള്ള യോഗ്യതയുള്ളത്. ഇത് കേട്ട മഹർഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അങ്ങയെപ്പോലെ ഒരു ഭക്തൻ ആകുവാൻ ആർക്കും കഴിയുകയില്ല. അതിനാൽ തന്നെ അടുത്ത യുഗത്തിൽ നാം വീണ്ടും ഒരു ജന്മമെടുക്കും. അന്ന് നാം ആദ്യം എഴുതുന്നത് അങ്ങയെക്കുറിച്ചുള്ള കാവ്യമായിരിക്കും. അങ്ങനെ കടലിൽ മറിഞ്ഞുപോയ രാമായണമാണ് ഹനുമത് രാമായണം. ഇന്ന് ലഭിക്കുന്നത് ഹനുമത് രാമായണം എന്ന പേരിൽ മറ്റു കവികൾ എഴുതിയ രാമായണമാണ്. തുളസീദാസ് എന്ന കവി വാൽമീകി മഹർഷിയുടെ പുനർജന്മമായാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഹനുമാൻ സ്വാമിയെപ്പറ്റി എഴുതിയ കൃതിയാണ് ഹനുമാൻ ചാലിസ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.